പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയ ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനവും കൃപയും ഈ സന്ധ്യാസമയത്ത് ഓരോ കുടുംബത്തിൻ്റെയും മേൽ സമൃദ്ധമായി നിറയട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവവചനം സങ്കീർത്തന പുസ്തകം 118 അധ്യായം 24 വാക്യമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം. എത്ര മനോഹരമായ ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത്. ഈ ദിവസം നമ്മുടെ പരിശ്രമം കൊണ്ടുണ്ടായതല്ല. ഈ ദിവസം നമ്മുടെ ബുദ്ധി കൊണ്ട് നേടിയതുമല്ല. ഇത് യഹോവയുടെ ദാനമാണ്. രാവിലെ കണ്ണു തുറക്കുവാൻ കഴിഞ്ഞത് അത് ദൈവകൃപയാലാണ്. ശ്വാസം എടുക്കുവാൻ കഴിഞ്ഞത് അത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. ജീവിച്ചിരിക്കുവാൻ കഴിഞ്ഞത് അത് ദൈവത്തിൻ്റെ അനന്തമായ ഒരു കരുണയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇത് യഹോവയുണ്ടാക്കിയ ദിവസമെന്നാണ്. സഹോദരങ്ങളെ, സന്ധ്യയാകുമ്പോൾ മനുഷ്യൻ പലതും ഓർക്കും. വിജയങ്ങളും അവൻ്റെ പരാജയങ്ങളും, സന്തോഷങ്ങളും നിരാശകളും, ദൈവം നൽകിയ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട അവസരങ്ങളും എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ മാഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദിവസം എങ്ങനെയായിരുന്നാലും അതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ് എന്ന ആ വലിയ സത്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിൻ്റെ അവസ്ഥയിലുമായിരിക്കാം. പ്രിയപ്പെട്ട ഒരാളുടെ വാക്കുകൾ ഹൃദയത്തെ ഒരുപക്ഷെ മുറിപ്പെടുത്തിയിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി അത് നമ്മെ വല്ലാതെ ഞെരുക്കിയിരിക്കാം, നമ്മെ അലട്ടിയിരിക്കുന്നുണ്ടാവും. മക്കളെ കുറിച്ചുള്ള ആശങ്ക അത് നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാവും. എന്നിട്ടും ഈ തിരുവചനം നമ്മോട് പറയുന്നു, ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഈ സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ചുള്ളതല്ല, ഇത് വിശ്വാസത്തിൻ്റെ സന്തോഷമാണ്. പ്രിയ ദൈവമക്കളെ, കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാന നിമിഷം വരെയും ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല. നമ്മൾ എത്ര തവണ ദൈവത്തെ മറന്നാലും ദൈവം നമ്മെ മറന്നിട്ടില്ല. നമ്മൾ വിശ്വാസത്തിൽ തളർന്നപ്പോഴും അവിടുന്ന് നമ്മെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കരഞ്ഞപ്പോൾ അവിടുന്ന് നമ്മോടൊപ്പം കരഞ്ഞു. നമ്മൾ വീണപ്പോൾ അവിടുന്ന് നമ്മെ കൈപിടിച്ചുയർത്തി. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. സഹോദരങ്ങളെ, നന്ദി പറയാൻ പഠിച്ച ഹൃദയത്തിൽ ദൈവം പുതിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പരാതി പറയുന്ന മനുഷ്യൻ അനുഗ്രഹങ്ങളെ പോലും കാണുന്നില്ല. എന്നാൽ നന്ദി പറയുന്ന ആത്മാവ് ചെറിയ അനുഗ്രഹങ്ങളിലും ദൈവത്തെ കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഈ ദിവസം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞോ? കുടുംബത്തിനു വേണ്ടി ഞാൻ നന്ദി പറഞ്ഞോ? ആരോഗ്യത്തിനു വേണ്ടി ഞാൻ നന്ദി പറഞ്ഞോ? എനിക്ക് നൽകിയ ഈ ശ്വാസത്തിനു വേണ്ടി പോലും ഞാൻ നന്ദി പറഞ്ഞോ? രക്ഷയ്ക്കു വേണ്ടി ഞാൻ നന്ദി പറഞ്ഞോ? കർത്താവ് നമുക്ക് നൽകിയ ഓരോ നിമിഷവും അത് വിശുദ്ധമാണ്. പ്രിയ ദൈവമക്കളെ, ഓരോ നിമിഷത്തിനും ദൈവ മുൻപാകെ നമുക്ക് നന്ദി പറയുവാൻ നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കണം. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ. സഹോദരങ്ങളെ, നാളെ നമുക്ക് ഉറപ്പല്ല. പക്ഷേ ഇന്നത്തെ ദിവസം അത് നമ്മുടെ കൈകളിലുണ്ട്. ഈ നിമിഷം അത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പാപത്തിൽ കളയാതെ ദൈവഹിതത്തിൽ നമുക്ക് ജീവിക്കാം. ഇന്ന് ആരോടെങ്കിലും ക്ഷമ ചോദിക്കുവാനുണ്ടെങ്കിൽ ഇന്നു തന്നെ നമുക്ക് ക്ഷമ ചോദിക്കാം. ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഇന്നു തന്നെ നമുക്ക് ക്ഷമ ചോദിക്കാം. പ്രാർത്ഥിക്കുവാനുള്ള സമയം ഇന്നാണ്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള സമയം ഇന്നാണ്. നന്മ ചെയ്യുവാനുള്ള സമയം ഇന്നാണ്. ഈ സന്ധ്യയുടെ നിശബ്ദതയിൽ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു. മകനെ, മകളെ, ഞാൻ നിന്നെ ഇന്നും സ്നേഹിക്കുന്നു.
ഞാൻ ഇന്നും നിന്നോടൊപ്പമുണ്ട്, ഭയപ്പെടേണ്ട. ഈ ദൈവശബ്ദം കേൾക്കുന്ന ആത്മാവിന് ഏറ്റവും വലിയ സമാധാനം ലഭിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ പരാതികളല്ല, സ്തുതികളായിരിക്കട്ടെ നമ്മുടെ അധരങ്ങളിൽ നിറയേണ്ടത്. ഭയമല്ല, വിശ്വാസമായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ. നിരാശയല്ല, പ്രത്യാശയായിരിക്കട്ടെ നമ്മുടെ ആത്മാവിൽ. കാരണം ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും അവിടുത്തെ കൃപയുടെ സാക്ഷ്യമായി മാറട്ടെ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ വിശുദ്ധ സന്നിധിയിൽ വിനയത്തോടെ ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ജീവൻ നൽകിയതിനും ശ്വാസം നൽകിയതിനും കാത്തു സംരക്ഷിച്ചതിനും ഞങ്ങളെ ഉപേക്ഷിക്കാതിരുന്നതിനും തമ്പുരാനെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസത്തിൽ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങളും തമ്പുരാനെ അങ്ങയുടെ അനന്ത കരുണയാൽ ക്ഷമിക്കണമേ. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതിരുന്നത് തമ്പുരാനെ അവിടുന്ന് ക്ഷമിക്കണമേ. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാതിരുന്നതിന് തമ്പുരാനെ അവിടുന്ന് ക്ഷമിക്കണമേ. നന്ദി പറയേണ്ടിടത്ത് പരാതി പറഞ്ഞതിനും അഹങ്കരിച്ചതിനും വിശ്വാസത്തിൽ തളർന്നതിനും തമ്പുരാനെ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ രാത്രിയെ അങ്ങയുടെ വിശുദ്ധ ദൂതന്മാരുടെ കാവലിൽ തമ്പുരാനെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായവർക്ക് സൗഖ്യം നൽകണമേ. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഒറ്റപ്പെടൽ കഴിയുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സംഗതിയാകുമാറാകണമേ. ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ദുഷ്ടന്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും തമ്പുരാനെ അവിടുന്ന് കാത്ത് സൂക്ഷിക്കണമേ. നാളെ ഒരു പുതിയ ദിവസം അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും മധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.